blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ റിയൽ ബ്ലെസ്സിങ് ആയി മാറട്ടെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചന സന്ദേശം, അതുപോലെ കാണുന്ന മിറക്കിൾസ് ടുഡേയിലെ അനുഭവ സാക്ഷിയൊക്കെ നിങ്ങളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യും, ജീവിതത്തിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്നതായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഷൈജേഷ് ഗ്ലാഡ്സൺ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഷൈജേഷിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഫാമിലി ലൈഫ് അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ കർത്താവ് തനിക്കൊരു ഭവനം ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് നൽകിയതിനായി നന്ദി. അതുപോലെ തന്നെ കർത്താവ് തൻ്റെ ജോലിയിൽ സ്ട്രെസ്സില്ലാത്തൊരു ജോലി, കർത്താവ് നല്ല ശമ്പളമുള്ളൊരു ജോലി കർത്താവ് തനിക്ക് നൽകുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവ് തന്നെ ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you, Shaijesh, and thank you for sponsoring today's episode. അപ്പോൾ തന്നെ ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ ബ്ലെസ്സിങ് ടുഡേ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാം. അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒന്ന്, അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് കാണുന്നവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കൂടാതെ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറുമ്പോൾ തന്നെ അതിൻ്റെ റിട്ടേൺസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളും അതിനായി ശ്രമിക്കുക. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന സന്ദേശത്തിലേക്ക് നമ്മൾ വരികയാണ്. ടൈം ആൻഡ് യു, സമയവും നിങ്ങളും. കഴിഞ്ഞ ആഴ്ചയിലും ഇന്നലെയും അതിനെക്കുറിച്ച് പല വശങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു, ദർ ഈസ് എൻ അപ്പോയിൻറ്റഡ് ടൈം ഫോർ എവറിത്തിങ്. ദൈവം നിയമിച്ച, പിതാവായ ദൈവം നിയമിച്ച സമയം, ഒരു സമയക്രമം ഉണ്ട്. യേശു അത് സെൻസ് ചെയ്ത്, അല്ലെങ്കിൽ അതിനോട് സെൻസിറ്റീവായി, അതിനോട് ട്യൂൺ ചെയ്താണ് തൻ്റെ ജീവിതത്തിൽ താൻ മുന്നോട്ട് പോയതും ശുശ്രൂഷിച്ചതും എല്ലാം. എന്നാൽ നമ്മിൽ പലരും അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് സംസാരിക്കാൻ പോകുന്നത് ദ ടൈം ഓഫ് നീഡ്, ആവശ്യത്തിലിരിക്കുന്ന സമയം, ഒരു ആവശ്യമുള്ള സമയം. എബ്രായ ലേഖനം 4-ാം അധ്യായം നമുക്ക് 16-ാമത്തെ വാക്യം ഈ സമയത്തൊന്ന് വായിച്ചു നോക്കാം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും യഥാസമയം സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനും നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാം. ഇംഗ്ലീഷിൽ കൂടെ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലെറ്റ് us then approach the throne of grace with confidence so that we may receive mercy and find grace to help us in our time of need. നമ്മുടെ ആവശ്യത്തിൻ്റെ സമയത്ത് ഒരു കൃപ ലഭിക്കാനും സഹായം ലഭിക്കാനുമായി ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ നമ്മൾ അടുത്ത് ചെല്ലുക. ഇതാണ് ദൈവവചനം നമുക്ക് നൽകുന്ന ഉപദേശം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിലിരിക്കുന്ന സമയം എല്ലാവരും ജീവിതത്തിൽ വരാം. പല പല ആവശ്യങ്ങൾ വരാം. ചിലപ്പോൾ സാമ്പത്തിക ആവശ്യമായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രോത്സാഹനമായിരിക്കും. നമുക്കൊരു ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു പ്രോത്സാഹനം, ഒരു നല്ല വാക്ക്,
ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ, അതല്ലാത്ത രീതിയിലുള്ള ഒരു സഹായം, ഏതിലെങ്കിലും ഒരു സഹായം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. വിവാഹ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ചില സമയത്ത് തോന്നിപ്പോവും, ആരെങ്കിലും ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തിയ സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പല ആവശ്യങ്ങൾ, ഭൗതികമാകാം, ചിലപ്പോൾ ആത്മീയമായി വചനം വായിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ഇത് പൊരുൾ തിരിച്ച് തന്നിരുന്നെങ്കിൽ, ഒരു ബൈബിൾ സ്റ്റഡി ക്ലാസ് ആരെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യങ്ങളുള്ള സമയമായിരിക്കും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നായിരിക്കും. അതല്ലെങ്കിൽ ദൈവം പറഞ്ഞുവിടുന്ന, ദൈവം നിയോഗിക്കുന്ന, ദൈവം നിയമിച്ചാക്കിയ ചില വ്യക്തികളിലൂടെയാകാം. സാധാരണ പലരും നമ്മളൊരു വലിയ ആവശ്യത്തിലിരിക്കുന്ന സമയത്ത് പലരും കണ്ടില്ലെന്ന് നടിച്ച് സ്ഥലം വിട്ടുകളയും. പലപ്പോഴും സഹായത്തിന് വരികയില്ല. നമ്മളൊരു ആവശ്യത്തിലിരിക്കുമ്പോൾ തക്ക സമയത്ത് സഹായം ലഭിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരെ സമീപിക്കുകയല്ല ചെയ്യേണ്ടത്, നാം ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. ഇത് കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് മുൻപോട്ടുള്ള ചില വാക്യങ്ങൾ കൂടെ നമ്മൾ വായിച്ച് നോക്കണം. അതിന് മുമ്പോട്ടുള്ള വാക്യങ്ങൾ 14 മുതൽ നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. 14-ാമത്തെ വാക്യം, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിക്കാം. എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പണ്ടത്തെ പൗരോഹിത്യ ക്രമം നമ്മളൊന്ന് മനസ്സിലാക്കണം. പണ്ടത്തെ പൗരോഹിത്യ ക്രമം എന്ന് പറയുന്നത് ലേവ്യന്മാർ എന്നറിയപ്പെടുന്നൊരു ഗോത്രം, അതിലുള്ളവർക്കാണ് പുരോഹിതന്മാരാകാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നത്. അവർ തന്നെ മഹാപുരോഹിതനുണ്ട്, താഴേക്കുള്ള പുരോഹിതന്മാരുണ്ട്, പലരുമുണ്ട്. അതിൽ മഹാപുരോഹിതൻ സാധാരണ ചെയ്ത് വന്നിരുന്ന ഒരു കാര്യം, അന്നത്തെ ദേവാലയത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. പ്രാകാരമെന്നും ആദ്യത്തെ സ്ഥലം, അതിനുശേഷം വിശുദ്ധ സ്ഥലവും, അതിനുശേഷം അതിവിശുദ്ധ സ്ഥലവും, അങ്ങനെ 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഔട്ടർ കോർട്ട്, അതിനുശേഷം ഹോളി പ്ലേസ്, ദെൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ്. അതിൽ മഹാപുരോഹിതനായ വ്യക്തി ആണ്ടിൽ ഒരിക്കൽ യാഗം കഴിച്ച മൃഗത്തിൻ്റെ രക്തവുമായി ഏറ്റവും അവസാന ഭാഗത്തുള്ള അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഈ യാഗരക്തവുമായി താൻ ചെല്ലും. അതിനകത്തേക്ക് കടക്കാൻ വേറെ ആർക്കും അനുവാദമില്ല. ചെന്ന് തൻ്റെ യാഗരക്തം, കയ്യിലുള്ള യാഗരക്തം, അതിനകത്തുള്ള കൃപാസനം എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയി ഒഴിക്കുന്നു. ആണ്ടിലൊരിക്കലേ അദ്ദേഹം ഇത് ചെയ്യും. യേശു അതിന് തുല്യമായി ഈ ഭൂമിയിൽ വന്ന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ, അല്ലെങ്കിൽ മഹാപുരോഹിതൻ എന്ന രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ ചെയ്തത് ആടുകളുടെയോ അല്ലെങ്കിൽ കോലാടിൻ്റെയോ ചെമ്മരിയാടിൻ്റെയോ അല്ലെങ്കിൽ പക്ഷികളുടെയോ അങ്ങനെയുള്ള മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ അല്ല, തൻ്റെ സ്വന്തം രക്തം യാഗമായി അർപ്പിച്ച ശേഷം ആ യാഗരക്തവുമായി താൻ ഈ ഭൂമിയിലുള്ളൊരു ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്കല്ല താൻ കയറിയത്, ആകാശത്തിലൂടെ സ്വർഗമണ്ഡലങ്ങളിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിലുള്ള കൃപാസനത്തിൽ തൻ്റെ യാഗരക്തം ഒഴിച്ചു. അതാണ് സാക്ഷാൽ യാഗം, പരമയാഗം. അതിന് തുല്യമായി വേറെ യാഗം ഇല്ല. അങ്ങനെ ഒഴിച്ചവനാണ് നമ്മുടെ യേശു. അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം പറയുന്ന
നാം ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിക്കുക. സോ നമ്മളുടെ ധൈര്യം എന്താണ്? യേശു നമുക്ക് മഹാപുരോഹിതനായിട്ടുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. സാധാരണ മഹാപുരോഹിതനല്ല. തീർന്നില്ല, അടുത്ത വാക്യം. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കുവാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. യേശുവിന് മറ്റൊരു പ്രത്യേകത, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ എല്ലാവർക്കും പലവിധ ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്ക് ഉള്ളത്. പിന്നെ എങ്ങനെയുള്ളതാണ്? പിന്നെയോ സകലത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്, എങ്കിലും അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ യേശു എന്ന ഈ മഹാപുരോഹിതൻ ദൈവമായിരിക്കെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള മാംസരക്തങ്ങളിൽ ജീവിച്ച് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കഴിവില്ലായ്മകൾ ഇതെല്ലാം സ്വയം മനസ്സിലാക്കി അതിനുശേഷം തൻ്റെ രക്തം യാഗമായി അർപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് തൻ്റെ രക്തം അർപ്പിച്ച് അങ്ങനെ ഒരു മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ദൈവത്തെയും തനിക്കറിയാം, നമ്മുടെ ബലഹീനതകളെയും തനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഒരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ബലഹീനത ഉണ്ടാകുമ്പോൾ നമ്മളോട് സിംപതൈസ് ചെയ്യുവാൻ തനിക്ക് പ്രാപ്തിയുണ്ട്. കാരണം നമ്മുടെ പ്രകൃതം യേശുവിന് അറിയാം. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് സംസാരിച്ചു വരുന്നത് സമയത്തുള്ള സഹായം, അല്ലെങ്കിൽ സഹായം ലഭിക്കേണ്ട ഒരു സമയം, അങ്ങനൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മഹാപുരോഹിതനായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. മാത്രമല്ല ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നാം ചെല്ലുക. ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ചെയ്യേണ്ടത്. വളരെ സ്നേഹത്തോടെ ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സഹായത്തിനുള്ള ആവശ്യം വരുമ്പോൾ, എ ടൈം ഓഫ് നീഡ് വരുമ്പോൾ, ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയണം, യേശുവേ, ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, എന്നെ നീ സഹായിച്ചേ പറ്റൂ. കാരണം നിനക്കെൻ്റെ പ്രകൃതമറിയാം, എൻ്റെ ബലഹീനതകളറിയാം. 24 മണിക്കൂർ ദൈവത്തിൻ്റെ സിംഹാസനം, കൃപാസനം, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് അവിടെ വിളിച്ചിരിക്കുന്ന പേരാണ് കൃപാസനം, ദ ത്രോൺ ഓഫ് ഗ്രേസ്, കൃപയുടെ ആസനം. ആ കൃപാസനത്തിലേക്ക് തക്ക സമയത്ത് നമുക്ക് കരുണ ലഭിക്കേണ്ടതിന് നമ്മൾ ചെന്നാൽ അവൻ നമ്മെ സ്വീകരിച്ച് നമ്മെ ബലപ്പെടുത്തി സഹായം എന്താണ് ആവശ്യമുള്ളത് അത് അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുന്നിലേക്ക് പോവുക. അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് ഞാൻ പോവുകയാണ്. ആ സമയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദ ടൈം ഓഫ് റിഫ്രഷ്മെൻറ്റ്. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 19-20 മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് ബൈബിളിൽ 19-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം ഉണ്ട്. റിപ്പൻറ്റ് then and turn to God so that your sins may be wiped out, that times of refreshing may come from the Lord. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് the times of refreshing, ടൈംസ് ഓഫ് റിഫ്രഷിങ്, മലയാളത്തിൽ ആശ്വാസകാലങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായ മലയാളം പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എ ടൈം ഓഫ് റിഫ്രഷിങ് എന്ന് പറഞ്ഞാൽ ഒരു നവോന്മേഷം നൽകുന്ന ഒരു കാലഘട്ടത്തെ അവൻ നിങ്ങൾക്ക് തരും. ഒരു പ്രാവശ്യം നിങ്ങളുടെ ബൈബിളിൽ അത് നോക്കാമോ? 19-ാമത്തെ വാക്യം മലയാളത്തിൽ,
ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. ലൈഫിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഗതിമുട്ടി നിൽക്കുന്നു, ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനൊരവസ്ഥയിലാണ് സഹോദര സഹോദരി നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ സൊല്യൂഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പലരുടെയും ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക. ടേൺ അറൗണ്ട് ആൻഡ് കം ബാക്ക് ടു ഗോഡ്. ദൈവത്തിലേക്ക് തിരിയുക. ജോലിയിൽ ഒരു വലിയ പ്രശ്നത്തിലാണോ? വിവാഹ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ? സാമ്പത്തികത്തിൽ വഴിമുട്ടി നിൽക്കുകയാണോ? ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അതുപോലെ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, മാനസാന്തരപ്പെട്ട് ഇതുവരെ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് അടുത്ത വാക്യത്തിൽ, 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്നും, ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്, ടൈംസ് ഓഫ് റിഫ്രഷിംഗ് മേ കം ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും ചെയ്യും. നിങ്ങളോട് വളരെ 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 ഹൃദയത്തിൽ നിന്നും ഞാൻ പറയട്ടെ, God wants to give you a time of refreshment. ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ഒരു നവീകരണം, ഒരു പുതിയ ഉന്മേഷം, ഒരു പുതിയ ഉത്സാഹം, ഒരു പുതിയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്ന മടുപ്പുകളെ മാറ്റി തടയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒക്കെ നിങ്ങളെ വിടുവിച്ചെടുത്ത് ഒരു നവോന്മേഷം നൽകി, ഒരു പുതുക്കം നൽകി, ഒരു റിഫ്രഷ്മെൻ്റ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരു പുതിയ ഒരു പുഷ് നൽകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് ഒന്ന് ചെയ്യാമോ? എവിടെയാണ് നിങ്ങളായിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഒരു മാനസാന്തരത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ മാനസാന്തരപ്പെടുന്നു. ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയത് എന്നോട് ക്ഷമിക്കണമേ. എന്നെ അങ്ങ് സ്വീകരിക്കണമേ. ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരാശ്വാസകാലം, ഒരു നവീകരണം, ഉണർവ്, ഉത്സാഹം എൻ്റെ ജീവിതത്തിൽ അങ്ങ് തരണമേ. ആത്മാർത്ഥമായി നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മ ഇന്ന് തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. കർത്താവ് ഇതിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബ്രദർ, ഈ നിൽക്കുന്ന സഹോദരി ഇന്ന് ഇവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല. കാരണം എപ്പോഴും വീട്ടിൽ മുറി അടച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ സിസ്റ്ററിന്റെ പേര് ലത എന്നാണ്. കാരണം ഇങ്ങനെ വീട്ടിൽ മുറി അടച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും തനിക്ക് ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒത്തിരി മാനസികമായ വിഷമമാണ്. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ എപ്പോഴും ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് അങ്ങനെ വീടിനകത്ത് അടച്ചിരിക്കുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു. ഈ സിസ്റ്ററിന്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ജൂലൈ മാസം 4-ാം തീയതി ഈ സിസ്റ്ററിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. യൂട്രസ് റിമൂവ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ECG എടുത്തിരുന്നു. അപ്പോൾ ഹാർട്ടിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഷുഗറും പ്രഷറും എല്ലാം കൂടുതലായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മരുന്ന് തന്ന് വിടാം, ഇതെല്ലാം നോർമലായ ശേഷം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ ചെയ്തത് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അമരവിളയിൽ ജൂലൈ മാസം തന്നെ അമരവിളിയിൽ നമ്മുടെ മീറ്റിംഗ് നടന്നിരുന്നു. അന്ന് ഈ സിസ്റ്റർ അവിടെ വന്നിരുന്നു. അന്ന് ബ്രദർ രോഗസൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് ഈ ഫൈബ്രോയിഡ് ഉള്ളവരെ, ഇങ്ങനെ പ്രശ്നമുള്ളവരെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാ ഫൈബ്രോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ചുരുങ്ങി അപ്രത്യക്ഷമാകട്ടെ.
ഗർഭാശയ മുഴകൾ സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലീഡിങ്ങും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞത് എൻ്റെ ശരീരത്ത് എന്തൊരു ശരീരം മുഴുവൻ ശിരസ് മുതൽ പാദം വരെ എന്തെങ്കിലും കുളിരുന്നത് പോലെ ഒരു തണുപ്പ് തന്നെ പൊതിയുന്ന മാതിരി തോന്നിയെന്ന് പറഞ്ഞു. അതിനുശേഷം സിസ്റ്റർ വീട്ടിൽ പോയി ഓഗസ്റ്റ് മാസം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ മുഴകൾ അവിടെ ഇല്ല. ഡോക്ടർ പറഞ്ഞു തൻ്റെ യൂട്രസ് ഗർഭാശയം ഓപ്പറേഷനിൽ എടുത്ത് മാറ്റണ്ട എന്ന് ഡോക്ടർ റിപ്പോർട്ട് പറഞ്ഞ് ഇന്നിവിടെ വന്ന് നിൽക്കുകയാണ്. ശരിയാണോ സിസ്റ്റർ? ഈ പ്രായത്തിൽ തന്നെ യൂട്രസ് വീണത് ഞാൻ വളരെയധികം വേദനയില്ലായിരുന്നു. പക്ഷേ ദൈവം സൗഖ്യപ്പെടുത്തി. പരിപൂർണ സൗഖ്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്ത്രീക്കറിയാം ഈ ഒരു പ്രായത്തിൽ യൂട്രസ് റിമൂവലിലൂടെ റിമൂവ് ചെയ്യാം. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അത്രയും അവൾ വേദനിച്ചു. യേശുവളുടെ വേദന കണ്ടു. അമരവിളയിലുള്ള ആ മീറ്റിംഗിൽ വെച്ച് പ്രാർത്ഥനയുടെ മധ്യത്തിൽ ശരീരത്തിലേക്ക് അവളെ സൃഷ്ടിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. ശരീരത്തിലെ അവയവങ്ങളെ ഉണ്ടാക്കിയ പിണ്ടാകാരമായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ നമ്മുടെ ശരീരത്തെ മെടഞ്ഞെടുത്ത അതേ ആത്മാവ്, സൃഷ്ടിപ്പിൻ്റെ ആത്മാവ് അവളുടെ മേൽ ഇറങ്ങി വന്നു. അതേ ഡോക്ടർ തന്നെ പറയുന്നു, ഇനി യൂട്രസ് റിമൂവ് ചെയ്യേണ്ട, അതിനകത്ത് മുഴകൾ കാണുന്നു. അതിൻ്റെ ബ്ലീഡിങ് നിന്നായിരുന്നു സിസ്റ്ററെ? അതിനുശേഷം ഇല്ല. എത്ര നാളെ, എത്ര മാസമായിട്ട് ബ്ലീഡിങ് ഇല്ല? ഓഗസ്റ്റിന് ശേഷം പ്രശ്നങ്ങൾ ഇല്ല. ഇത്രയും പേർ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. രോഗക്കിടക്ക ഇവളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വിരിച്ചെങ്കിൽ അതേ യേശു അനേകർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഫൈബ്രോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. മുഴകൾ മാറട്ടെ, ട്യൂമറുകൾ മാറട്ടെ, ബ്ലീഡിംഗ് നിൽക്കട്ടെ, മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ, സർജറികൾ മാറിപ്പോകട്ടെ. അനേകർ ഇപ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുക. കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ഓരോ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഒരു വലിയ വിടുതലും സൗഖ്യവും ഇപ്പോൾ ഉണ്ടാകട്ടെ. മജ്ജയുടെ അകത്ത് പ്രയാസമുള്ള, ബോൺ മാരോയിൽ പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ആത്മാവിൽ ഞാൻ കാണുന്നത് ഒരു കാതിൽ നിന്നും പൊട്ടി ഒലിച്ചിറങ്ങുന്ന പോലെ വെള്ളവും പഴുപ്പും ചില സമയത്ത് രക്തവും ഒലിച്ചിറങ്ങുന്ന ആ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ താടിയിലിന് പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. മറ്റൊന്ന് ഞാൻ കാണുന്നത് ആക്സിഡൻറ്റ് ഉണ്ടായി എന്തോ പ്രയാസങ്ങൾ അനുഭവിച്ച് ശരീരത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു, അപകടത്തിന് ശേഷം പ്രയാസം അനുഭവിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഡോക്ടേഴ്സ് ഒത്തിരി ദീർഘസമയമെടുത്തു മാത്രമേ ഇതൊക്കെ ശരിയാകൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി വിടുതൽ പ്രാപിക്കട്ടെ. അതുപോലെ കക്ഷത്തിൽ ഇങ്ങനെ ക്രച്ചസ് വെച്ചിട്ട് വീടിനകത്ത് നടക്കുന്ന, വാക്കർ ഉപയോഗിച്ച് നടക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. സാറ എന്ന് പേരുള്ള ഒരു സഹോദരി വീടിനകത്ത് എന്തിൻ്റെയൊക്കെയോ വാക്കർ പോലെ എന്തിൻ്റെയൊക്കെയോ സഹായത്തോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്നാൽ യേശു നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കിയാണ്. ദൈവശക്തി ഇപ്പോൾ ആ വ്യക്തിയിലേക്ക് വന്ന് ഇറങ്ങട്ടെ, സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ പ്രയാസങ്ങൾ മാറിപ്പോട്ടെ, കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ, ഹെർണിയ സൗഖ്യമാകട്ടെ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ, മൈഗ്രെയിൻ ഹെഡേക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവികമായ വലിയ വിടുതൽ കർത്താവെ ഇപ്പോൾ അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. രോഗസൗഖ്യത്തെ പകർന്നതിനായി നന്ദി പറയുന്നു. TV സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്താൽ സ്വീകരിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ
രോഗവിവരങ്ങൾ പറഞ്ഞില്ലെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ആവശ്യക്കാരിയാണെങ്കിൽ വിശ്വാസത്താൽ കർത്താവെ അവരുടെ മേലങ്ങ് വിടുതൽ അയച്ചതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന ഈ ആഴ്ചയിൽ നമുക്ക് അടിമാലിയിലും കട്ടപ്പനയിലും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്. ഓടി വരണം, ദൂരെയാണെങ്കിൽ പോലും വന്ന് അനുഗ്രഹം പ്രാപിക്കുക. നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. നാളെ ഇന്ന് കേട്ട സന്ദേശം തുടരുന്നതായിരിക്കും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. Welcome to Blessing Today, Bible and You Mega Contest. അടുത്ത റൗണ്ട് ഓഡിയോ റൗണ്ടാണ്. ബൈബിളിലെ ചില വാക്യങ്ങൾ നിങ്ങളിപ്പോൾ കേൾക്കും. ആ കേട്ട വാക്യം ഏത് സുവിശേഷത്തിൽ നിന്നും ഏത് അധ്യായത്തിൽ ഏത് വാക്യമാണെന്ന് പറയണം. സുവിശേഷം, അധ്യായം, വാക്യം. കൃത്യമായ ബൈബിൾ റെഫറൻസ് പറയണം. ഇതിൽ ഹാഫ് മാർക്കുകളില്ല. 10 സെക്കൻഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായ ഉത്തരം പറഞ്ഞാൽ 50 മാർക്ക് ലഭിക്കും. ഒരാൾക്ക് ഒരു അവസരമേ ഉള്ളൂ. അടുത്ത അവസരം സിസ്റ്റർ ജിഷയ്ക്കാണ്. ഓഡിയോ ശ്രവിക്കാം. ക്ഷീണിതരും അധ്വാനിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. മത്തായി 11:28. യെസ്, വളരെ ശരിയായ ഉത്തരമാണ്. 50 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.